നമ്മുടെ ആണവശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ തോതിൽ യുറേനിയം കിട്ടാനുള്ള ഒരു സാഹചര്യം രാജ്യത്തുണ്ടായിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് വാർത്തയാക്കിയിട്ടില്ല. സത്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, യുറേനിയം സമ്പുഷ്ടീകരിച്ചതിൻ്റെ പേരിലാണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രയേലും നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ആണവായുധങ്ങളുണ്ട്. അവർ ആണവായുധം ഉണ്ടാക്കരുത് എന്ന് വെച്ചിട്ടാണ് യുദ്ധം. നമുക്ക് ആണവായുധങ്ങളുണ്ട്, നമ്മൾ ഒരു ആണവ ശക്തിയാണ്. നമുക്ക് ഈ യുറേനിയം സുലഭമായി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് ഒരുപാട് യുറേനിയം കിട്ടുന്നതിനോട് താല്പര്യമില്ലാത്തവരാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തരായിരിക്കുന്നു. നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ സാറിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഹോമി ജെ ബാബയെ എന്തിനാണ് അമേരിക്ക കൊന്നത്? ഇന്ത്യ അണുബോംബ് ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ആ വിമാനം തകർത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഴ്ചയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിൽ നിന്ന് നമ്മുടെ രാജ്യം ബഹുദൂരം മുന്നേറിയിരിക്കുന്നു. നമ്മൾ ഇഷ്ടം പോലെ യുറേനിയം ഇന്ത്യക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമുക്ക് ഈ യുറേനിയം നമുക്ക് ഇന്ത്യക്ക് ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? നമുക്ക് യുറേനിയം മൈൻസ് ഉണ്ട്, യുറേനിയം ഖനികളിൽ നിന്ന് എടുക്കുന്നുണ്ടല്ലോ. അതിപ്പോൾ ജാർഖണ്ഡിലെ ജഡുഗുഡ, അതുപോലെ ആന്ധ്രാപ്രദേശിലെ ഒരു കുറച്ച് മൈനുകളുണ്ട്, പിന്നെ മേഘാലയയിൽ കുറച്ച് മൈനുകളുണ്ട്. അവിടെ നിന്നൊക്കെ യുറേനിയം കിട്ടും. പക്ഷേ ആ യുറേനിയം വളരെ ലോ ക്വാളിറ്റി യുറേനിയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈ ഫിസൈൽ യുറേനിയം അല്ല. ഫിസൈൽ എന്ന് പറഞ്ഞാൽ ആ യുറേനിയം നമുക്ക് റിയാക്ടറിൽ ഉപയോഗിച്ചത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോണില്ല. അതിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വൈദ്യുതി അല്ല, തെർമൽ ചൂട് ഉൽപ്പാദിപ്പിക്കാനായിട്ട്. അപ്പോൾ അന്ന് അതിനെക്കുറിച്ച് ഹോമി ബാബയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ കടൽ തീരങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരള കോസ്റ്റ് ലൈനിലുള്ള മോണോസൈറ്റിനകത്ത് തോറിയം, ആലപ്പുഴ, കൊല്ലം തീരത്തുള്ള കരിമണൽ എന്ന് പറയുന്നത്. അപ്പം ഈ തോറിയത്തിൻ്റെ, ലോകത്തിലെ മൊത്തം തോറിയത്തിൻ്റെ 30% മുതൽ 40% വരെ തോറിയം ഇന്ത്യയിലെ ഈ തമിഴ്നാട് മണവാളക്കുറിച്ചി അല്ലെങ്കിൽ കേരളത്തിലെ നീണ്ടകര, ചവറ ഇങ്ങനെയുള്ള ഏരിയയിലുള്ള മണലിലാണ് സാന്നിധ്യമുള്ളത് അതിൻ്റെ. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യണ തോറിയം നമുക്ക് കിട്ടും. പക്ഷേ ഈ തോറിയം നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. തോറിയം ഉപയോഗിച്ചിട്ട് ഈ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്ന ടെക്നോളജി ഇതുവരെ ആയിട്ടില്ല. തോറിയം ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ടെക്നോളജി ആയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോ ക്വാളിറ്റി യുറേനിയം നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ കുറച്ച് വിദേശത്ത് നിന്ന്, റഷ്യയിൽ നിന്ന്, പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നും അതുപോലെ ഫ്രാൻസിൽ നിന്നൊക്കെ യുറേനിയം മേടിക്കും. ഈ യുറേനിയം മേടിച്ചിട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ എന്ന് പറയും ആ റിയാക്ടറിന്. അതിനിപ്പോൾ പേര് കേട്ടിട്ട് പേടിക്കണ്ട. റിയാക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മോഡറേറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മോഡറേറ്ററായിട്ടാണ് ഹെവി വാട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അത്രയും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ അങ്ങനെയാണ് നമ്മുടെ ആറ്റമിക് പദ്ധതി തുടങ്ങിയത്. ഹോമി ബാബ വിഭാവന ചെയ്ത് അദ്ദേഹം ഒരു 3 phase അല്ലെ 3 stage ന്യൂക്ലിയർ പ്രോഗ്രാം ആണ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം എഴുതിയുണ്ടാക്കി തയ്യാറാക്കിയത്. വളരെ ലോക പ്രശസ്തി നേടിയ പദ്ധതിയായിരുന്നു അത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നടന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തിങ്കളാഴ്ച ഏപ്രിൽ 6 രാത്രി നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്ന ഒരു കൽപ്പാക്കത്തുള്ളത് അത് ക്രിട്ടിക്കലായി. ഇപ്പോൾ റിയാക്ടർ ക്രിട്ടിക്കലായി എന്ന് പറഞ്ഞാൽ അപകടം പറ്റി നല്ല അർത്ഥം. ആ റിയാക്ടർ വൈദ്യുതി ഉൽപാദനത്തിന് തയ്യാറായി. അതിൽ നിന്ന് ഇനി വൈദ്യുതി ഉൽപ്പാദിക്കാൻ സാധിക്കും. ഇതുവരെ കൽപ്പാക്കത്ത് വേറെ 2 റിയാക്ടർ ഉണ്ട്. മദ്രാസ് ആറ്റമിക് പവർ സ്റ്റേഷൻ ഉണ്ട്, 200 മെഗാവാട്ടിൻ്റെ 2-3 വൈദ്യുതി നിലയങ്ങളുണ്ട് കൽപ്പാക്കത്ത്. കുടംകുളത്തെ പറ്റി പിന്നാൾ വന്നിരുന്നല്ലോ, റഷ്യൻ സഹായത്തോടു കൂടി സമരമൊക്കെ നടന്നത്. അപ്പം ഈ റിയാക്ടറിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കലായെന്ന് പറയുമ്പോൾ അതിനൊപ്പം ഒരു കാര്യം കൂടി പറയണം. ലോകത്തിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തിപ്പിക്കുന്ന 2ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ ഉയർന്നു. 2 രാജ്യങ്ങളേ ഉള്ളൂ
ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തിക്കുന്നത്. അതെന്താ അതിന്റെ ഒന്ന് പ്രത്യേകത? റഷ്യ, പിന്നെ ഒന്ന് ഇന്ത്യ. അതെന്താ അതിന്റെ പ്രത്യേകത? വളരെ സങ്കീർണതകൾ നിറഞ്ഞ ടെക്നോളജി. റിയാക്ടറിന്റെ ടെക്നോളജി ആരും നമുക്ക് ഷെയർ ചെയ്യില്ലല്ലോ. ഇപ്പം സോവിയറ്റ് യൂണിയനിൽ നിന്ന് പണ്ടത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഒപ്പിട്ടതാണ് ഈ കൂടംകുളം നിലയം. കൂടംകുളത്തിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് അവർ ഫുൾ ആയിട്ട് നമുക്ക് തരുമൊന്നുമില്ല. അതിൻ്റെ ഇതൊന്ന് ഡിസൈനിങ് ഒന്നും. പിന്നെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് അത് കണ്ടുപിടിക്കും. റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോസസ്സ് വഴി കണ്ടുപിടിക്കും അവർ. നമുക്ക് റിയാക്ടർ മേടിക്കണം എന്നുണ്ടെങ്കിൽ കുറേ അധികം കണ്ടീഷൻസിൽ വേണം. ആ റിയാക്ടറിൽ നിന്നും ചിലവാക്കി നമുക്ക് കിട്ടുന്ന സ്പെൻറ്റ് ഫ്യൂവൽ എന്ന് പറയും, ഉപയോഗിച്ച് കഴിഞ്ഞ ഫ്യൂവൽ, അത് അവർ കൊണ്ടുപോകും, നമുക്ക് തരൂല. അത് ശരി. കാരണം അത് റീപ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലൂട്ടോണിയം കിട്ടും അതിൽ നിന്ന്. ഇപ്പോൾ അമേരിക്ക ഇറാനെ എന്തുകൊണ്ടാണ് യുറേനിയം എൻറിച്ച്മെൻറ്റിന് സമ്മതിക്കാത്ത? അത് വെപ്പൺ ഗ്രേഡ് പ്ലൂട്ടോണിയം, ആയുധം ഉണ്ടാക്കാനായിട്ടുള്ള പ്ലൂട്ടോണിയം അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഈ ഇന്ത്യയിലെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലിൽ നിന്നും, ഇന്ധനത്തിൽ നിന്നും നമുക്ക് പ്ലൂട്ടോണിയം ലഭിക്കും. ആ പ്ലൂട്ടോണിയം നമുക്ക് ബോംബാക്കിയിട്ട് ഉപയോഗിക്കാം. ഇന്ത്യ പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബോംബ് ആക്കി കഴിഞ്ഞാൽ കൂടി വി വിൽ നോട്ട് ബി ദ ഫസ്റ്റ് നേഷൻ ടു യൂസ്, ആദ്യം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വാജ്പേയി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് U-233. അതിൻ്റെ ആ കോറ്, ആ ഫ്യൂവൽ നിറച്ച് റോഡ്സിൻ്റെ രൂപത്തിലാണ്, കമ്പികളുടെ രൂപത്തിലാണ് ഇറക്കുന്നത്. അതിനിടയിൽ കൂടെയൊക്കെ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തോറിയം ബ്ലാങ്കറ്റ് ഉണ്ടാവും. തോറിയം വെച്ച് കവർ ചെയ്യും. അതിനെയാണ് തോറിയം ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആ ന്യൂക്ലിയർ റിയാക്ടറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂട്രോൺ അത് പോയി ഈ തോറിയത്തിനെ പോയിട്ട് ബൊമ്പാഡ് ചെയ്യും. അപ്പോൾ ബൊമ്പാഡ് ചെയ്യുമ്പോഴാണ് ആറ്റംസ് വിഘടിച്ച് ചൂട് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്. ആ ഹൈ ടെമ്പറേച്ചറിൽ നിന്നാണ് നമ്മൾ സ്റ്റീം ജനറേറ്റേഴ്സ് വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റെ പ്രത്യേകത, നമ്മൾ എത്രത്തോളം ഫ്യൂവൽ ഉപയോഗിച്ചിട്ടാണോ ആ റിയാക്ടർ പ്രവർത്തിപ്പിക്കുന്നത്, അതിൻ്റെ ഇരട്ടി ഫ്യൂവൽ നമുക്ക് ഇതിൽ നിന്ന് സ്പെൻറ്റ് ഫ്യൂവലിൽ നിന്നും നമുക്ക് ഇരട്ടി ഫ്യൂവൽ കിട്ടും. അതായത് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ മെസ്സേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു തിങ്കളാഴ്ച രാത്രി, ഇറ്റ് വിൽ ജനറേറ്റ് മോർ ഫ്യൂവൽ ദാൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. അതായത് അത് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഫ്യൂവൽ തിരിച്ചു കിട്ടും നമുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അന്നൊരു കഥ പറഞ്ഞു, സുനിൽ ഇവിടുന്ന് കാർ ഓടിച്ചിട്ട് പോവുക, കോട്ടയം വരെ കാർ ഓടിച്ചിട്ട് പോവാന്ന് വെച്ചോളൂ. ഒരു 20 ലിറ്റർ പെട്രോൾ അടിച്ചു എവിടെ, എറണാകുളത്ത് നിന്ന്. അവിടെ ചെന്ന് കഴിയുമ്പോൾ 20 ലിറ്റർ പെട്രോൾ കൺസ്യൂം ചെയ്യുകയല്ല, 20 ലിറ്റർ പെട്രോൾ ജനറേറ്റ് ചെയ്യുക ചെയ്യുക. 40 ലിറ്റർ ആവും അത്. അതാണ് ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫലത്തിൽ അത് തന്നെ. ഇത് പിന്നെ വേറെ എന്നുള്ളത്, ഈ റിയാക്ടർ വളരെ സേഫാണ്. മറ്റേ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ പോലെ അല്ല, കുറച്ചുകൂടി സേഫാണ്. അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം നമുക്ക്. പിന്നെ ലിക്വിഡ് സോഡിയമാണ് ഇതിനകത്ത് കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. റിയാക്ടർ തണുപ്പിക്കണമല്ലോ. ഇപ്പം ചൂട് വരുമ്പോൾ 3000 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ടെമ്പറേച്ചർ വരിക. ആ ടെമ്പറേച്ചറിന് നമുക്ക് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീം ടർബൈൻ കറക്കാൻ പാകത്തിനുള്ള ആവി ഉൽപ്പാദിപ്പിക്കുന്ന ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലിക്വിഡ് സോഡിയം ദ്രാവക രൂപത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ റിയാക്ടറിൻ്റെ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് റിയാക്ടർ ഉണ്ടാക്കിയിരിക്കുന്നതെന്നറിയോ? അത് നമ്മുടെ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് ഉണ്ട് കൽപ്പാക്കത്ത്. അതിൻ്റെ മുൻ ഡയറക്ടർ ഡോക്ടർ ബൽദേവ് രാജ് ഡെവലപ്പ് ചെയ്തു. അദ്ദേഹം ഒരു വലിയ മെറ്റലർജിസ്റ്റ് ആണ്. ബൽദേവ് രാജ് നോ മോർ, മരിച്ചുപോയി പാവം. എൻ്റെ നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹം ആണ് ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ സ്പെഷ്യൽ സ്റ്റീൽ അദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തത്. അത് കൂടാണ്ട് വേറെ കാര്യമുണ്ട്, ഈ ലിക്വിഡ് സോഡിയവും അതിൻ്റെ ഉള്ള പമ്പും ടാങ്കും ഡെവലപ്പ് ചെയ്തത് കിർലോസ്കർ ബ്രദേഴ്സാണ്. വിദേശത്തു നിന്നുള്ള നമുക്ക് ഒരു കമ്പോണൻറ്റും അതിനകത്തില്ല. 100% ഇൻഡിജിനസ്ലി ബിൽറ്റ് റിയാക്ടറാണത്. അപ്പോൾ ഒന്ന് സാധാരണ റിയാക്ടറേക്കാളും സേഫ്റ്റി ആംഗിളിൽ അത് മികച്ചു നിൽക്കും. അതിന് അടുത്ത അഡ്വാൻസ്ഡ് വെർഷൻ വരുന്നുണ്ട്.
അഡ്വാൻസ്ഡ് ഹെവി വാട്ടർ, അഡ്വാൻസ്ഡ് ഹൈ ടെമ്പറേച്ചർ റിയാക്ടർ വരുന്നുണ്ടാവും. നേരിട്ട് തോറിയവും പ്ലൂട്ടോണിയവും ഫ്യൂവലായിട്ട് ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി തോറിയവും പ്ലൂട്ടോണിയവും തിരിച്ചിട്ട്. അതുകൊണ്ടാണ് ഈ റിയാക്ടറുകളെ ബ്രീഡർ റിയാക്ടർ എന്നാണ് പറയുന്നത്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അത് അപ്പോൾ ഒരു റിയാക്ടർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ റിയാക്ടറിൽ നമ്മൾ എത്രമാത്രം ഫ്യൂൽ ഉപയോഗിക്കുന്നോ അതിൻ്റെ ഇരട്ടി ഫ്യൂവൽ നമുക്ക് കിട്ടും. ആ ഫ്യൂവൽ നീക്കി അടുത്ത റിയാക്ടറിൽ കൊണ്ടുപോകാം, അത് കിട്ടും. അപ്പോൾ 500 മെഗാവാട്ടിൻ്റെയും 1000 മെഗാവാട്ടിൻ്റെയും ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളായിരിക്കും ഇന്ത്യക്ക് ഇനി ഭാവിയിലേക്ക് ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ എനർജി പൊസിഷൻ, സെക്യൂരിറ്റി വളരെ സേഫ് ആണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. 500 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കാൻ തക്ക തോറിയം ഇന്ത്യയിലുണ്ട് ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ എത്രയോ ജനറേഷൻസ് വരെയുള്ള വൈദ്യുതി ആവശ്യം. നമുക്കിനി തെർമൽ പവർ സ്റ്റേഷനും വേണ്ട, ഈ എന്താ അതിൻ്റെ പേര്, മറ്റേ ഹൈഡ്രോ ഇലക്ട്രിക് ജലവൈദ്യുത പദ്ധതികളുടെ ആവശ്യം വേണ്ട. ഇപ്പൊ ഈ കൽപ്പാക്കത്ത് തന്നെ 6 ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പണിയാനായിട്ടുള്ള പദ്ധതിയാണ് ഇവരിട്ടിരിക്കുന്നത്. ഈ റിയാക്ടർ ക്രിട്ടിക്കലായി ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും, അത് ഗ്രിഡിലേക്ക് വരും. അതിനോടൊപ്പം തന്നെ മറ്റ് റിയാക്ടറുകളുടെ പണി ആരംഭിക്കും. ഈ റിയാക്ടറിൻ്റെ വർക്ക് തുടങ്ങിയത് 2004-ലാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും ഡിലേ ചെയ്തു എന്നറിയാമോ? 2004 സുനാമി വന്നപ്പോൾ ഈ റിയാക്ടറിൻ്റെ റാഫ്റ്റ് ഉണ്ട്, റിയാക്ടർ ബസ്സിലൊക്കെ വയ്ക്കുന്ന ഒരു വലിയ തറ പോലെ കെട്ടിയിട്ടുണ്ട്. ആ തറ മുഴുവൻ സുനാമിയിൽ അടിച്ചുപോയി. ആ സുനാമി അപ്രതീക്ഷിതമായിട്ട് വന്നതാണല്ലോ. പിന്നെ അത് ആദ്യമേ തൊട്ട് പണിയേണ്ടി വന്നു. ഞാൻ ഒരിക്കൽ പോയപ്പോൾ അവിടെ കോൺക്രീറ്റ് ഫില്ലിങ്. സാർ, ഈ കടൽ തീരത്തുണ്ടാക്കാൻ കാരണം എന്താ? അത് നമ്മളെല്ലാം ഈ ജല കൊണ്ട് കൂൾ ചെയ്തിരുന്ന റിയാക്ടറുകളാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കടൽ വെള്ളം വേണ്ടിയിട്ട്, വെള്ളത്തിൽ നിന്ന് റിയാക്ടറിൻ്റെ കോർ തണുപ്പിക്കാൻ വേണ്ടി ഉപ്പുവെള്ളം ഉപയോഗിക്കാം, കുഴപ്പമില്ല. അവർ പക്ഷെ ഡീസലിനേഷൻ പ്ലാന്റ് ഉണ്ട് അവർക്ക്. ഈ അതിനകത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വെള്ളം ശുദ്ധീകരിച്ചെടുക്കാനായിട്ടുള്ള ഡീസലിനേഷൻ പ്ലാന്റ് അവർക്കുണ്ട് അവിടെ എല്ലാ റിയാക്ടറിനും. നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ നേട്ടമാണ്. ഇതൊരു വലിയ നേട്ടം. ലോകത്തെ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല, ഒന്നും ആൾക്ക് മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ ഈ കുമാർ ചെല്ലപ്പൻ സാറിനെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തനമല്ല, അദ്ദേഹം ബാർക്കിൽ ബാബ ആറ്റോമിക് എനർജി സെന്ററിൽ ജോലി ചെയ്തിട്ടുണ്ട്. ശാസ്ത്രജ്ഞനും കൂടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് തമാശയല്ലേ സാർ? നമ്മളിത് ഇത്തരം സാങ്കേതിക വിദ്യയുമായി, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട രാജ്യം ലോകത്തെ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടുന്ന നമ്മുടെ മാധ്യമങ്ങളിൽ വരാത്തതിന് ഒരു കാരണം മോദിയോടുള്ള വിരാഗം. 2ാമത്തെ കാര്യം വിവരമില്ലായ്മ. ഇതെന്താണെന്ന് അറിയണ്ടേ? സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും എനിക്കും മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ കുറേ സാറ് പറഞ്ഞു വന്നപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടി. ഇതിങ്ങനെയൊക്കെയാണ്. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ആ കാറിൻ്റെ കഥ പറഞ്ഞപ്പോൾ സംഗതി ഓക്കെ. കോട്ടയത്ത് 20 ലിറ്റർ പെട്രോൾ അടിച്ചു പോയാൽ കോട്ടയത്ത് ചെല്ലുമ്പോൾ അത് 40 ആവും. നമ്മുടെ റിയാക്ടറിൻ്റെ ഇന്ധനത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് കേഴുമായിരുന്നു. ഞാൻ കുറച്ച് യുറേനിയം തരൂ എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് കഴിയുമ്പോൾ വേണോ യുറേനിയം, കുറച്ച് അങ്ങോട്ട് തരാനുണ്ട് എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മളെത്തും. ഇത് മൈൻഡ് ചെയ്യാതെ കിട്ടുന്നതാണല്ലോ. അടുത്ത 10-15 2030 ആകുമ്പോഴത്തേക്കും ഇന്ത്യ എത്രയോ ഗിഗാവാട്ട് ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജി ഉൽപ്പാദിപ്പിക്കും. അതിൽ 33%, 34% ന്യൂക്ലിയർ എനർജി ആയിരിക്കും പറയുന്നത്. ഏതായാലും പ്രേക്ഷകരെ, പുതിയൊരു ഇൻഫർമേഷനാണ് അത്. നമുക്ക് കുമാർജിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. ഏതായാലും നമ്മുടെ ചാനൽ പുതിയ പുതിയ വാർത്തകൾ, പുതിയ വിവരങ്ങൾ നിരന്തരം തന്നുകൊണ്ടിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കാണുന്ന ഒരു നല്ല ശതമാനം ആളുകൾ കണ്ടിട്ട് പോകുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ കൂടി എടുത്താൽ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ മതി സാർ, പേജ് തെളിഞ്ഞു വരും. അപ്പോൾ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണൊന്ന് അമർത്തുക. ഒരു ബെല്ലൈക്കണുണ്ട്, അതും അമർത്തിയാൽ ഏറ്റവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ വരും. നമുക്കൊരു പുതിയ ചാനൽ കൂടി ഉണ്ട് കേട്ടോ. C4 C for credibility, നേഷൻ, രാജ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും വിശ്വസനീയമായ വാർത്തകൾ തരുന്ന ചാനൽ C4N. 4 എന്നുള്ള FOUR അല്ല, 4 എന്നുള്ള അക്കമാണ്. C4N കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.